വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഡ്രസ്സ് എങ്ങനെയുണ്ട് മക്കളെ? ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇതൊരു സാരിയാണ്. സാരി വെച്ച് കാട്ടിക്കൂട്ടി ഒരു സ്കേർട്ടാക്കി. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് യൂട്യൂബിൻ്റെ കഥ വിളമ്പുന്നോടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമൻസ് ഒക്കെ കണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമുകാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബ് എന്താ ഇട്ടാൽ അതെന്താണ് യൂട്യൂബ് ഇട്ടാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. ഇതൊരു സ്കേർട്ടാണ്. നല്ല ബ്ലൗസല്ലേ. 350 രൂപയേ ഉള്ളൂ. ഓൺലൈനൊന്നുമല്ല കേട്ടോ, കടയിൽ പോയി വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ബാക്കിൽ പിന്നാമ്പുറ കഥകളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് മക്കളെ? എങ്ങനെയുണ്ട്? അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി സാധനം പരിചയപ്പെടുത്തി തരും. അപ്പോൾ ഞാൻ ഇട്ടിരുന്ന മാലയൊക്കെ ഊരി വെച്ചു. മേക്ക് ഓവറിന് ശേഷം എൻ്റെ ലുക്ക് കംപ്ലീറ്റ്ലി മാറുന്നതായിരിക്കും. നോക്കോ മക്കളെ, നോക്കോ. എൻ്റെ കുരു പണ്ടത്തേക്കാളും കുറച്ച് കുറവുണ്ടല്ലേ? കുറയുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ദിവസത്തെ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെയൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ നല്ല പെയിനുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പലർക്കും ഓരോരോ അസുഖം വരുന്ന കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഭയങ്കര പേടിയുള്ള ആളാണ്. ബാക്കി എല്ലാ കാര്യത്തിലും സ്ട്രോങ് ആണ്. പക്ഷേ ഇങ്ങനെ ഈ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും ചങ്ക് പൊടിയുന്ന വേദനയാണ് മക്കളെ, ചങ്ക് പൊടിയുന്ന വേദന. ഇന്നലെ എൻ്റെ കഷ്ടകാലത്ത് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സീറോ ഇട്ട് എൻ്റെ സൈഡ് എഫക്ഷനാണ്. ഒതുങ്ങിയിരുന്ന കുരുവായിരുന്നു, ദേ പൊട്ടിപ്പുറപ്പെട്ടു മക്കളെ. കണ്ടോ, ഇതൊക്കെ ഒതുങ്ങി പോയതായിരുന്നു. അപ്പോൾ ഞാൻ മെലിഞ്ഞിട്ടാണോ ഇങ്ങനെ ആയിരിക്കുന്നേ, അല്ല ഇങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോഴാണ് ഞാൻ വളരെ ക്ലോസ്ലി എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. വലിയ സുഖമൊന്നുമല്ല സത്യത്തിൽ. ഇതൊരു മാർവാടി പെണ്ണുങ്ങളെ പോലെ തന്നെ ഉണ്ടല്ലേ. ഞാൻ റോസ് വാട്ടറൊക്കെ വാങ്ങിച്ചു വെച്ചായിരുന്നു, പക്ഷെ ഇടാൻ മറന്നുപോയി. ഞാൻ അങ്ങനെയാണ്, ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയാണ്. സോറി കേട്ടോ, ശബ്ദത്തിൻ്റെ അപാകത മൂലം കട്ടാക്കിയതാണ്. ഭയങ്കര സൗണ്ട്. ഞാൻ ഇവിടെ നിന്ന് മാറുകയാണ് ഗേൾസ്. മുകളിലത്തെ ഫ്ലാറ്റിൽ വല്യമ്മ വന്നതാ ഗൈസ്, അങ്ങനെ പോയതാ. അപ്പം ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തി? ഈ വീട് മാറുക എന്ന് പറഞ്ഞാൽ ഈ വീട് മാറുവാണ് ഗൈസ്. ഉടനെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ പാക്കപ്പ് ആവണം. ഈ കഥ കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് സങ്കടങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഞാനിവിടെ വന്നിട്ട് ഒരു 10 വർഷമായി കൊച്ചിയിൽ പഠിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ എനിക്ക് തിരിച്ചു പോക്കുണ്ടായില്ല. ഞാൻ ഇവിടെ തന്നെയായി. കൊച്ചി ഒരു ലൂപ്പാണെന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത് ഗൈസ്. ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എനിക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. സ്വന്തം വീട്ടിൽ പോയിരുന്നെങ്കിൽ വാടക കൊടുക്കാതെ സമാധാനമായിട്ട് ജീവിക്കാമായിരുന്നു. പക്ഷെ ഞാൻ പോകത്തില്ല. എന്ത് പറയാനാ, ഇങ്ങനെ അങ്ങ് ജീവിച്ച് ശീലമായി. ഞാൻ ഒരു അഹങ്കാരിയാണ് ഗൈസ്, സത്യം പറയാമല്ലോ. കൊതുകൊക്കെ കുത്തുന്നു. എൻ്റെ വീഡിയോയിൽ നല്ലത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ആരെയും കുറ്റം പറയണമെന്നും ഉണ്ട്, എന്നാലും എപ്പോഴൊന്നുമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഗൈസ്? ആരാണ്ടൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഒരു മൈക്ക് വാങ്ങിച്ചൂടെ? വാങ്ങണമെന്നുണ്ട്. വളരെ വേഗത്തിൽ ഞാൻ വാങ്ങും. ഒരു മൂഡില്ല ഗൈസ്, ഒന്നിനും ഒരു മൂഡില്ല. എന്താ പറയേണ്ടതെന്ന് ഒരു മൂഡില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ഓരോ ഡ്രസ്സ് എടുത്തിട്ടിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട്. ആദ്യമാകുമ്പോൾ ഓരോരുത്തരുടെ കഥയൊക്കെ ഓരോരുത്തർ ഇൻസ്റ്റഗ്രാമിൽ അയക്കുന്നതൊക്കെ വായിച്ച് അത് വന്ന് പ്രസൻറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ കഥ അയക്കാൻ വരുന്നവരെ പയ്യെ നമ്പർ തരുമോ,
ഇമെയിൽ ഐ ഡി തരൂ, വാട്സപ്പിൽ നമ്പർ തരൂ, അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി ഗൈസ്. അതറിഞ്ഞാൽ വല്ലവരുടെയും കഥയൊക്കെ എടുക്കുന്നത് നിർത്തി ഗൈസ്. എനിക്ക് വയ്യ ഗൈസ്. ഒന്നാമത് ഞാൻ ഒരു വള്ളിയാണ് ഗൈസ്. ഇനി പ്രത്യേകിച്ച് ഞാൻ പോയി വള്ളി പിടിക്കണം. ഞാനാണെങ്കിൽ എവിടെ പോയാലും എനിക്ക് വള്ളിയാ ഗൈസ്. ഞാൻ കാലെടുത്ത് വെക്കുന്നത് തന്നെ വള്ളിയാ. ഞാനൊക്കെ അവിടെ കൂടെ പോകുന്ന വള്ളീനെ ഈ കാക്കേനെ വിളിക്കത്തില്ലേ, ഈ ബലിക്ക് ഫുഡ് വെച്ചിട്ട് പോകുന്ന പോലെ വാടാ വാ വന്നെന്നെ അടിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നതാണ് ഗൈസ്. ഞാൻ എന്ത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാലും എൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. യൂട്യൂബ് എങ്കിലും ഒന്ന് എൻഡ് ആക്കാം. അയ്യോ അങ്ങനെയല്ല, സ്റ്റാർട്ട് ചെയ്തിട്ട് വേണ്ട എൻഡ് ആക്കാൻ അല്ലേ. വൃത്തിക്ക് കൊണ്ടുപോകണമെന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ എന്തിനാണ് ഈ സാധനം വാരി ഇങ്ങനെ ഇടണേന്നല്ലേ എനിക്കറിയാത്തതുകൊണ്ടാണ് ഗൈസ്. ഞാൻ വല്ലവരുടെയൊക്കെ വീഡിയോ, എനിക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ഞാൻ ഭയങ്കര മടിച്ചാണ് ഗൈസ്. ഇവിടെ നിന്ന് എണീച്ച് പോയി കൈ കഴുകണമെന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കത്തില്ല. അത്രയും മടിച്ചാ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോയുടെ ആഴം നോക്കി. സമ്പാദിക്കണം, പൈസ സമ്പാദിക്കണം, തലവണിയുടെ അടിയിലൊക്കെ എടുത്തു വെച്ചിട്ട് കിടന്നുറങ്ങണമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരുന്ന സമയമുണ്ട് ഗൈസ്. എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോഴാണ് ഞാൻ കുറച്ച് സമാധാനമായിട്ടിരിക്കുന്നത്. സ്ട്രെസ്, എനിക്ക് ഈ മെൻ്റൽ സ്ട്രെസ് ഒന്നും താങ്ങാനുള്ള ബോഡി എൻ്റെ ഹൃദയത്തിലില്ല. കുറച്ചത് ഇട്ടേക്കാം, ഒരു ഗ്ലൂസ് കിട്ടട്ടെ. ഗ്ലൂസ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ സമ്മതിക്കണം ഗൈസ്. 10 മിനിറ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ എന്തൊരു പാടാ. ഞാൻ ലാസ്റ്റ് ഒരുങ്ങി കഴിയുമ്പോൾ എൻ്റെ ഈ വികൃതമായ രൂപം മാറും. നിങ്ങൾ ഖായ അടിക്കും ഗായ്സ്, ഖായ അടിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എന്നെ പോലെ വള്ളി പിടിക്കുന്ന ടീംസൊക്കെ നിങ്ങളുടെ കൂടെയും കാണുമല്ലോ. ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ വള്ളി. ഞാനൊരു വള്ളിയാണ് ഗൈസ്. എന്ത് പറയാനാ, എനിക്കറിയത്തില്ല ഗൈസ്. ഞാൻ ഇന്ന് പറയാൻ വന്ന എന്താന്ന് പോലും എനിക്ക് മറന്നു പോയി ഗൈസ്. ഞാൻ എപ്പോൾ ഒരുങ്ങിയാലും ഒരുമാതിരി കോക്കാച്ചിനെ പോലെ ഇരിക്കണം. അത് എൻ്റെ മിസ്റ്റേക്കാണ്. സെറ്റാക്കാം. ഇതെന്താ നരമുടിയോ? പ്രായമായി നിശ്ചയാണോ? ഇതൊക്കെ ഞാൻ സെറ്റാക്കി തരാം കേട്ടോ. എനിക്ക് വന്ന് ഞാനിപ്പോൾ ഇത് എത്രാമത്തെ വീടാണെന്നറിയാമോ? 1 2 3 4 5 ഇതെൻ്റെ 6ാമത്തെ വീടാണ്. 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ഹോസ്റ്റലും കൂട്ടി 7. ഞാൻ മാറി ചത്ത്. എനിക്ക് എവിടെ പോയാലും എനിക്ക് എൻ്റേതായ കുറച്ച് ഇതുണ്ട്. അത് ചെയ്യരുത്, കുറച്ച് റൂൾസ് ഉണ്ട്. എനിക്കിങ്ങനെ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കണം. സാധാരണ എല്ലാവരും ഉള്ളതല്ലേ ഇഷ്ടം. പക്ഷെ എനിക്കിങ്ങനെ ഈ ഉള്ളതൊന്നും കണ്ടുകൂടാ. എനിക്കിങ്ങനെ കൂട്ടമായിട്ട് നടക്കുന്നത് ഇഷ്ടമല്ല ഗൈസ്. എനിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. എനിക്ക് അവളല്ലാതെ വേറെ ആരെയും അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 പേരുണ്ട്, അതിൽ ഒരുത്തി ഫുൾ ടൈം ബിസിയാണ്. പിന്നെ അവളെ കൂട്ടണ്ടല്ലോ. ഈ ഒരുപാട് വള്ളിയൊന്നും എടുത്ത് വെക്കാതെ ഒരു വള്ളിയായിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ച ഒരു കൂട്ടുകാരി. മുന്നേ എനിക്ക് എന്തോരം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെന്നറിയാമോ? ഇപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എനിക്ക് പേടിയാണ് ഗൈസ്. നല്ല പണി കിട്ടിയിട്ടുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ ആരടുത്ത് കൂട്ടുകൂടിയാലും, ഇപ്പം ആമ്പിള്ളേരുടെ ആരടുത്തെങ്കിലും ആണ് കൂട്ടുകൂടിയാണെങ്കിൽ ഞങ്ങൾ കൂടിപ്പോയാൽ ഒരു 4 മന്ത് 3 മന്ത് അടിച്ച് പിരിഞ്ഞിരിക്കും. എൻ്റെ കയ്യിരിപ്പാണ് ഗൈസ്. അവരെന്തെങ്കിലും നോർമലായിട്ട് ചെയ്യും, എനിക്കത് ഇഷ്ടപ്പെടത്തില്ല. അതെങ്ങനെയെങ്കിലുമൊക്കെ പൊക്കും, ബ്ലോക്ക് ആവും. ഞാനൊരു പ്രത്യേകതര ക്യാരക്ടറാണ്. എന്നെ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല ഗൈസ്. എനിക്കെന്തോ എല്ലാവരും പറയും എനിക്ക് ആമ്പിള്ളേരെ ഇഷ്ടമല്ല. അങ്ങനെയല്ല കേട്ടോ, എല്ലാവരെയും ഇഷ്ടമില്ല. എനിക്ക് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഫ്രണ്ട്സായിട്ട് പോലും. ഇവിടെ തെച്ചില്ലേ അവിടെ. ഈ കളർ എൻ്റെ അല്ല. ഞാൻ അടുത്ത പ്രാവശ്യം ഈ സാധനം എടുത്ത് തൂക്കി എറിഞ്ഞിട്ട്
എനിക്ക് എൻ്റെ കളറിന് പറ്റിയ സാധനം കൊണ്ടുവരുന്നിരിക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ പിരികം ത്രെഡ് ചെയ്യാൻ പോകുന്നു. ഞാൻ പോകാൻ സമയം ആ ചേച്ചിക്ക് വയറുവേദനയായിരുന്നു ഗൈസ്. എനിക്ക് എൻ്റെ പിരികം വേറെ ആർക്കും കൊണ്ടു കൊടുക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് പേടിയാണ് ഗൈസ്. ഞാൻ ഇവിടുത്തെ മറ്റേ മാക്സിൻ്റെ മുകളിൽ ട്രൈബ് അവിടെ പോയായിരുന്നു. അവിടെ ഒരു ഹിന്ദിക്കാരി എൻ്റെ പിരികം ഇതിങ്ങനെ ഇരിക്കുമായിരുന്നു കുകജിലുക്കിലും ക്ലിങ്. ഞാൻ രണ്ടാഴ്ച ഞാൻ പുറത്തിറങ്ങിയില്ല ഗൈസ്. ഇല്ലേ മറ്റേ ഹിയാ ഹൊയ്യാ ഹേ ഇങ്ങനെയൊക്കെ സംസാരിക്കത്തില്ലേ, അതേപോലെ ഇരിക്കും. എൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ. എന്ന് ഞാൻ ഇത്രയും ഡെക്കറേഷനും ഇത്രയും ഡ്രസ്സൊക്കെ ഇത്തിരി വൃത്തിക്ക് ചെയ്തതിൻ്റെ കാരണം എനിക്കൊരു പേജിൽ നിന്നൊരു പ്രോഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. ഇത് കൊളാബറേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അതെ. ഞാൻ പൈസയൊന്നും മേടിച്ചിട്ടില്ല. അവരുടെ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ബിസിനസ്സാണ്. അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ സ്റ്റാർട്ടപ്പിന് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ച്. ഇതാണ് അവരുടെ പ്രോഡക്റ്റിൻ്റെ പേര്. ഞാൻ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് കാണിച്ചു തരാം. അതിപ്പോൾ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി പോവും. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മേക്ക് ഓവർ ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഒരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, അവരുടെ ഒരു സ്റ്റാർട്ടപ്പാണ്. അതിൻ്റെ പേര് തന്നെ ഭയങ്കര വെറൈറ്റിയാണ് കേട്ടോ. ആഭരണ വഞ്ചി. നല്ല രസമുണ്ട്. എനിക്ക് കണ്ടിട്ട് പേഴ്സണലി നല്ല ഇഷ്ടമായി. നമ്മുടെ ഈ ഓണത്തിന് അങ്ങനെയൊക്കെ ഈ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി, അതുകൊണ്ടാണ് ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ടത് കേട്ടോ. സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ഒരു മുല്ലപ്പൂവൊക്കെ വെച്ച്, എനിക്ക് നല്ല റൗണ്ട് പൊട്ട് വെക്കാനാണ് ഇഷ്ടം. അങ്ങനെ പൊട്ടൊക്കെ വെച്ചതിന് ശേഷം ഈ ഒരു ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് ഒരുങ്ങുകയാണെങ്കിൽ നല്ല അടിപൊളി ഭംഗിയായിരിക്കും. കുറച്ചൊരു ലിപ്സ്റ്റിക്ക് അവർക്ക് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഹൗ ഡു യു പ്രോഡക്റ്റിന് ഇതാണ് അവരുടെ ലോഗോ. നല്ല രസമില്ലേ? കാണുന്നുണ്ടോ? കണ്ടോ 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 കേട്ടലി കണ്ടോ കേട്ടലി കണ്ടോ തെത്തരനാ. നല്ല രസമല്ലേ? അടിപൊളിയായിട്ടില്ലേ? എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ഓർണമെൻറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് കളക്ട് ചെയ്ത് വെക്കും. എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. എൻ്റെ മസിൽ അലമ്പാക്കുന്നുണ്ടോ കോസ്റ്റ്യൂം? നല്ല രസമല്ലേ? ഈ യൂട്യൂബേഴ്സൊക്കെ ഫിൽറ്റർ ഇടുന്നതുകൊണ്ടാണോ ഇത്ര ഭംഗിയില്ല, അവരൊക്കെ ഇത്ര ഭംഗിയുള്ളവരാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇതിൻ്റെ അകത്തൊരു ഫിൽറ്റർ ഇട്ടിട്ടില്ല, എൻ്റെ ഒറിജിനൽ കളറാണ് കേട്ടോ. പറഞ്ഞല്ലോ, ഇത് അവരുടെ ഒരു സ്റ്റാർട്ടപ്പ് അക്കൗണ്ടാണ്. നിങ്ങൾക്ക് ഇന്ന് പ്രോഡക്റ്റ് വേണമെങ്കിൽ ആഭരണ വഞ്ചി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതേപോലെ യൂണിക്കായിട്ടുള്ള കുറേ പ്രോഡക്റ്റ് കിട്ടും. നല്ല രസമല്ലേ? എൻ്റെ മുടിയാണ് എൻ്റെ ഭംഗിയുടെ ഇത്. കണ്ടു 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 നല്ല രസമല്ലേ? നല്ല രസമുണ്ട്. നോക്കൂ നോക്കൂ മക്കളെ, നോക്കൂ. നമുക്കൊരു ട്രഡീഷണൽ ലുക്കൊക്കെ
അതുമല്ല പ്രൈസ് അവരുടെ ഇതിൽ അക്കൗണ്ടിൽ നല്ല കുറവാണ്. നിങ്ങൾ കയറി ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ നോക്കണം വാങ്ങണം എന്നൊന്നും ഞാൻ പറയത്തില്ല. കയറി നിങ്ങൾക്ക് അവരുടെ വിലയൊക്കെ നോക്കി നിങ്ങൾക്ക് അവരുടെ ഡിസൈൻസൊക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം മീൻസ് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്തതാണ്. നല്ല രസമല്ലേ? ഭയങ്കര ഹമ്പിളായിട്ടില്ലാതെ കുറച്ച് അടിപൊളി സിമ്പിളായിട്ടിരിക്കുന്നല്ലേ. ഇത് മറ്റേ നെക്ലസ് പോലെയും യൂസ് ചെയ്യാം, കുറച്ച് ലോങ് ചെയിനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഈ ഒരു സെറ്റപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. കമ്മലുണ്ടോ? എനിക്ക് ഇത് ഇത്രയും ഭംഗിയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് മേക്ക് ഓവറൊക്കെ ചെയ്ത് ഇടുന്നവർക്ക് എന്ത് ഭംഗിയായിരിക്കും അല്ലേ? നല്ല രസമുണ്ട്. എനിക്ക് ഈ സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മളിങ്ങനെ സുന്ദരിയായിട്ടിങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നോക്കുമ്പോൾ ഞാൻ സുന്ദരിയാണെന്ന് ഇപ്പോൾ ഞാൻ പറയില്ലേ ഞാൻ എന്ത് സുന്ദരിയാണ് എന്ന് എനിക്ക് തോന്നൂലേ? അത് നമ്മളിങ്ങനെ ഒരു എന്ന് പറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് പോയി ഒരുങ്ങുമ്പോഴത്തേക്ക് വരുന്ന ആ ഒരു ഗ്ലോയിൽ നമുക്ക് തന്നെ തോന്നുന്ന ഒരിതാണ്. നമ്മൾ സുന്ദരിയാണെന്ന് വേറെ ആരും വന്ന് പറയില്ലല്ലോ, നമ്മൾ തന്നെ പറയണ്ടേ. അപ്പം ഞാൻ പറയുന്നു, അടുത്ത പ്രാവശ്യം നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ എൻ്റെ മുടിയൊക്കെ സെറ്റ് ചെയ്തു കുറച്ച് വൃത്തിക്കും മെനയ്ക്കും ഒക്കെ വരുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നീ ഇത് തന്നെ റെഡി പന്നി പറഞ്ഞത് എന്നല്ലേ, എല്ലാ പ്രാവശ്യം പറയും. അപ്പം എങ്ങനെയുണ്ട്? സുന്ദരിയായിട്ടുണ്ടോ? ഈ ഗ്രീനാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇത്. ഞാൻ ഇത് നിങ്ങൾ ഇൻസ്റ്റയിലാണ് കാണുന്നതെങ്കിൽ ഞാൻ ഈ വീഡിയോ അവർക്ക് കൊളാബറേഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളിത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ തൊണ്ടയിലെന്തോ കീറി ആഭരണവഞ്ചി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ പേരങ്ങനെ വലുതായിട്ട് ആരുടെ കയ്യിലും ഇല്ല. റെയർ ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഈ ഒരു പേര് ഉള്ളൂ. വേറെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ആരുടെ അടുത്തും കണ്ടില്ല, അവരുടെ അക്കൗണ്ട് മാത്രമേ കണ്ടുള്ളൂ. നല്ല യൂണിക്കായിട്ടുള്ളൊരു പേരില്ലേ ആഭരണവഞ്ചി. 2 ഫ്രണ്ട്സ് തമ്മിൽ തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എന്നല്ലേ. നമ്മളൊക്കെ ഇപ്പോൾ എല്ലാവരും ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെയും വീഡിയോസ് ഇടുന്നത്. അതുകൊണ്ട് ഈ സ്റ്റാർട്ടപ്പൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അതും പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ ചെയ്യുന്നത് ഒരുപാട് തരണം ചെയ്തിട്ടായിരിക്കും ഈ സ്ത്രീകളെന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും നമ്മൾ കണ്ടവരെ ലൈക്ക് ചെയ്ത് കൊടുക്കുന്നത് പോലും നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്നൊരു സപ്പോർട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് കാണുന്നവർ ആ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ലൈക്കോ ഒരു ഷെയറോ അവരുടെ ബിസിനസ്സിലൊരു സ്റ്റാർട്ടപ്പിന് ഒരു വലിയൊരു ഹെൽപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഓണത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് അവരുടെ പേജിലുണ്ട്. അവരുടെ പേജിൽ DM ചെയ്യുക. നിങ്ങൾക്ക് അവർ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും. നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല. എനിക്കവർ അയച്ചു തന്ന പ്രോഡക്റ്റ് ഇതാണ്. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയുന്നത് ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. എനിക്ക് അവരുടെ പേജ് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ അവരിങ്ങനെ ഒരു ഓഫർ പറഞ്ഞു എനിക്കിങ്ങനെ പ്രോഡക്റ്റ് അയച്ചു തരാം, എനിക്കൊന്ന് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഒരു പ്രൊമോഷൻ ചെയ്ത് തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്കിത് അവരുടെ പേജ് കണ്ട ഒരു അടിപൊളിയായിട്ട് തോന്നി. ആ പേര് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ പ്രോഡക്റ്റ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. എൻ്റെ കുരുവാണ് പ്രശ്നം. സായി പല്ലവി കുരു വന്നിട്ടല്ലേ ഫേമസ് ആയത്. ഈ സായി പല്ലവിനെ വിളിക്കുവാണോ അവന്? അല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ ഷോർട്സൊക്കെ ഇട്ട് ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ. ഇങ്ങനെ കറങ്ങുന്നതൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇത്രയും നേരം എൻ്റെ ചാളി കേട്ടതിന് താങ്ക് യു സോ മച്ച്. ലവ് യു ഗൈസ്. ബൈ.